പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി രാഷ്ട്രീയ നേതൃത്വം. അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA-യും ഫ്രാൻസിസ് ജോർജ് MP-യും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും ഇന്ന് പ്രതികരിച്ചു. സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ ക്ഷണപ്രകാരമാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്ന് മന്ത്രി V ശിവൻകുട്ടിയും ഇന്ന് പറഞ്ഞു. അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണങ്ങൾ ജനപ്രതിനിധികൾ തള്ളുകയാണ്. അനന്തകൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ഇതുവരെ ഞാൻ അടുത്ത് പരിചയപ്പെടുകയോ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അത് എൻ്റെ അടുത്തും വന്നിട്ടില്ല. 7 ലക്ഷം പോയിട്ട് 7 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLA-യുടെ പ്രതികരണം. തനിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചെന്നും മാത്യു കുഴൽനാടൻ. 7 ലക്ഷം രൂപ പോയിട്ട് ഒരു 7000 രൂപയോ 700 രൂപയോ 70 രൂപയോ 7 രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ടില്ല വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ബേസും ഇല്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു? ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും ആരോപണങ്ങൾ തള്ളി. അനന്തകൃഷ്ണനും CV വർഗീസിന് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അത് വരട്ടെ, ഞാനത് തെളിയിച്ചോളാം. ബാങ്കിൽ അനന്തകൃഷ്ണന്റെ ഒരു ഇടപാടുകളും നടന്നിട്ടില്ലെന്ന് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. CV വർഗീസിന് വർഷങ്ങളായിട്ട് ഈ ബാങ്കിൽ ഇടപാടുകളില്ല. വർഷങ്ങൾക്ക് മുമ്പ് വായ്പകളുണ്ടായിരുന്നു, അതായത് അത് അടച്ച് തീർത്താണ്. പ്രതിയുമായി ബന്ധമില്ലെന്നും സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും മന്ത്രി V ശിവൻകുട്ടി. സായിഗ്രാമത്തിൽ അടക്കം നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ പോയിട്ടുണ്ട്. കോൺഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി അനന്ത് കൃഷ്ണനെ അതുവഴിയുള്ള അന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുള്ള ഒരു പരിചയമാണ് എനിക്കുള്ളത്. ഇനി പോലീസ് ക്ലിയറൻസ് വാങ്ങിയ ശേഷമേ പരിപാടികളിൽ പങ്കെടുക്കൂ എന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.